ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് അനഫിലാക്സിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ്. എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ വേർഡ് അനഫിലാക്സിസ് ഷോക്ക് എന്നുള്ളത്? ഇതെന്ന് പറയുന്നത് ചില മെഡിസിൻ എടുക്കുന്നത് മൂലം, ചില ഫുഡ് ഇൻസെക്ട്സ് ബൈറ്റ് ചെയ്യുന്നത് മൂലം നമ്മൾക്ക് അലർജി ഉണ്ടാകുകയും അത് സിവിയർ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അനഫിലാക്സിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സാധാരണ മൈൽഡ് അലർജിക് റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകും. ചില ഫുഡൊക്കെ കഴിക്കുന്നത് മൂലം റാഷസ് ഉണ്ടാകും. ബീഫ് കഴിക്കുന്നത് മൂലം ചിലർക്ക് റാഷസ് ഒക്കെ ഉണ്ടാകും. സ്റ്റൊമക് പെയിൻ ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരു അലർജി മെഡിസിൻ കഴിക്കുമ്പോഴത്തേന് ഒരു കുറച്ച് മണിക്കൂറിന് ശേഷം അത് ഓക്കെ ആകുന്ന സാഹചര്യമുണ്ട്. പക്ഷെങ്കിൽ എപ്പോഴാണ് ഇത് ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലേക്ക് മാറുന്നത്? നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് 2 minutes to 2 hours ഇത് അനാഫിലാക്സിസ് സ്റ്റേജിലേക്ക് മാറാം. അത് പ്രോപ്പർലി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആ വ്യക്തിയെ എത്തിക്കേണ്ടതാണ്. എങ്ങനെ നമുക്ക് ഇത് അനഫിലാക്സിസിലെ സ്റ്റേജിലേക്ക് മാറുമോ എന്നുള്ളത് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാകുകയും നിങ്ങളുടെ ത്രോട്ടിൽ സ്വെല്ലിങ് പെട്ടെന്ന് വരിക, നാക്കിൽ സ്വെല്ലിങ് ആകുക, അതുപോലെ തന്നെ ചുണ്ടൊക്കെ സ്വെല്ലെന്ന് പറഞ്ഞാൽ നീർക്കെട്ട്, ചുണ്ടിലൊക്കെ നീർക്കെട്ട് പോലെ തടിച്ചു വീർക്കുക, മുഖമൊക്കെ സ്വെല്ലിങ് ആകുക, അതിന്മൂലം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുക, അതുപോലെ തന്നെ റാഷസ് അത് സിവിയർ ആകുക, അബ്ഡോമൻ പെയിൻ വയറുവേദന പെട്ടെന്ന് അനുഭവിക്കുക, അതുപോലെ തന്നെ വോമിറ്റിംഗ് വരിക, പെട്ടെന്ന് BP ഡൗൺ ആയി ഈ വ്യക്തി ഫെയിന്റ് ആയിട്ട് താഴെ വീഴുക. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകേണ്ടതാണ്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഈ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തിയെ സേവ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവം ഞാൻ പറയാം. സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഹോസ്പിറ്റൽ സെറ്റപ്പിൽ തന്നെ ഈ ഇഞ്ചക്ഷൻ എടുക്കുകയും പെട്ടെന്ന് അവൾക്ക് അനഫിലാക്സിസ് സ്റ്റേജിലേക്ക് വരികയും പ്രോപ്പർലി അത് സേവ് ചെയ്യാൻ പറ്റാതെ വരികയും മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയത്തില്ല, ചില ഇഞ്ചക്ഷൻസ്, പെൻസിലിനൊക്കെ ഇതിനൊരു കാരണമായ ഇഞ്ചക്ഷനാണ്. ചില ആന്റിബയോട്ടിക് നമുക്ക് അലർജിക്ക് ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ചില ഇൻസെക്ട്സുകൾ നമ്മളെ കടിച്ചിട്ടുണ്ടെങ്കിൽ, ചില നട്ട്സ്, സീ ഫുഡ്സ്, അതുപോലെ തന്നെ ചില ഫിഷ്, ചില മീറ്റുകൾ കഴിച്ചാൽ ചില ആൾക്കാരിൽ അലർജിക്ക് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ മെഡിസിൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ മൈൽഡായിട്ടൊക്കെ വരാം, ആദ്യമൊക്കെ മൈൽഡായിരിക്കും. പക്ഷേ എപ്പോഴത് സിവിയർ കണ്ടീഷനിലേക്ക്, അലർജിക് റിയാക്ഷനിലേക്ക് ബോഡി റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം പ്രോപ്പർലി സാധാരണ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ, ചില ഫുഡ് കഴിച്ചത് മൂലം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഈ വ്യക്തിയെ കൊണ്ടുപോയി ഈ വ്യക്തിയുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. സൈനിങ് ഓഫ് ആൻസി ഷിബു.